Dear students, welcome back to DBMS class. Today we will be discussing about schema and the instance of database. Schema is the design of database is called a schema, and schema is of three types: physical schema, logical schema and a view schema. ഈ ത്രീ സ്കീമ ആർക്കിടെക്ചർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഡാറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡാറ്റ എങ്ങനെയാണ് റിപ്രസെൻ്റ് ചെയ്യുന്നത്, ഓർ ഡാറ്റ എങ്ങനെയാണ് എക്സ്റ്റേണൽ യൂസേഴ്സ് എങ്ങനെയാണ് വ്യൂ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം 3 ലെവൽസ് ഓഫ് സ്കീമാസ് ഉണ്ടാവാൻ കാരണം ഒരു ഡാറ്റാബേസ് സിസ്റ്റത്തിൽ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് 3 ലെവൽസ് ആണ്. ലോജിക്കൽ ലെവൽ, ഫിസിക്കൽ ലെവൽ ആൻഡ് വ്യൂ ലെവൽ അബ്സ്ട്രാക്ഷൻ ആണുള്ളത്. അപ്പോൾ ഈ ഓരോ ലെവലിലും ഡാറ്റയുടെ വ്യൂ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓരോ ലെവലിലും ഡാറ്റാബേസിനെ ഡിസൈൻ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ്. ഓക്കെ, then the schema architecture is also called Ansiospark architecture, and the framework is used to describe the structure of a specific database system. ഡാറ്റാബേസ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു 3 ലെവൽ സ്കീമ ആർക്കിടെക്ചർ ഒരു ഫ്രെയിം വർക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, the 3 schema architecture contains 3 levels. It breaks the database down into 3 different categories, and that 3 different categories are physical schema or internal schema, conceptual schema or logical schema, view schema or external schema. ഇത്ര 3 ടൈപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ physical schema. The design of a database at a physical level is called physical schema, and it represents how the data stored in blocks of storage. ഒരു സ്റ്റോറേജ് ഡിവൈസിനകത്ത് എങ്ങനെയാണ് ഈ ഡാറ്റയെ സ്റ്റോർ ചെയ്യുന്നത്, അതേപോലെ തന്നെ ഏതൊക്കെ സ്റ്റോറേജ് ഡാറ്റ സ്ട്രക്ചറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് എന്തിൽ പറയുന്നത്, ഫിസിക്കൽ സ്കീമിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. ഒരു എക്സാമ്പിൾ, ഒരു ഇൻറ്റേർണൽ വ്യൂ ഓർ ഫിസിക്കൽ വ്യൂ എന്ന് പറയുമ്പം, അപ്പോൾ നമ്മൾ എംപ്ലോയിയുടെ ഡാറ്റ ബേസാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു എംപ്ലോയി ടേബിളാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ എംപ്ലോയിയുടെ നമ്പർ ഉണ്ട്, അത് എങ്ങനെ നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യണം. ഒരു എംപ്ലോയി നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ ഡാറ്റ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എംപ്ലോയി നമ്പർ ക്രിയേറ്റ് ചെയ്യേണ്ടത്, അത് എൻ്റെ ടൈപ്പ് എന്താണ്, എത്രത്തോളം സ്പേസ്, മെമ്മറി സ്പേസ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഇത്ര കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ ഇവിടെ എംപ്ലോയി നമ്പർ എന്ന് പറയുന്നത് 4 ഡെസിമൽ ഓഫ്സെറ്റാണ്. ദെൻ എംപ്ലോയി നെയിം എന്ന് പറയുമ്പം അതിനകത്ത് 15 സ്ട്രിങ് ലെങ്ത്തിൽ ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ സാലറി, അങ്ങനെ ഓരോന്നിൻ്റെയും ടൈപ്പ് എന്താണ്, അത് എത്രത്തോളം സ്പേസ് യൂസ് ചെയ്യുന്നുണ്ട്, ഈ ഡീറ്റെയിൽസ് എല്ലാം സ്പെസിഫൈ ചെയ്യുന്ന സ്കീമയാണ് എന്ന് പറയുന്നത് ഫിസിക്കൽ സ്കീമ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇൻറ്റേർണൽ സ്കീമിനകത്ത് മെയിനായിട്ട് വരുന്ന ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറേജ് സ്പേസ് അലോക്കേഷനാണ് ഫസ്റ്റ് വൺ. അതായത് നമ്മൾ ഏത് രീതിയിലാണ് ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളത്. നെക്സ്റ്റ് വൺ അതിൻ്റെ ആക്സസ് പാത്താണ്. അപ്പം സ്പെസിഫിക്കേഷൻ ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി കേസ്, ഇൻഡെക്സ്, പോയിൻറ്റേഴ്സ് ആൻഡ് സീക്വൻസിങ്. അതായത് ഓരോ ടേബിളിനകത്തുള്ള പ്രൈമറി കേസ് ഏതൊക്കെയാണ്, സെക്കൻഡറി കേസ് ഏതൊക്കെയാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്യുക. ആൻഡ് ദ തേർഡ് വൺ ഡാറ്റ കംപ്രഷൻ ആൻഡ് encryption techniques, and fourth optimization of internal structure, and the fifth one representation of stored fields. അതായത് ജസ്റ്റ് ഫിസിക്കൽ ലെവലിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം അതിൻ്റെ ഡിസൈനാണ് എന്തിൽ ചെയ്യുന്നത്, ഫിസിക്കൽ സ്കീമയിൽ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ കൺസെപ്ച്വൽ സ്കീമ. കൺസെപ്ച്വൽ സ്കീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കൽ ലെവലിൽ ഡിസൈൻ ചെയ്യുന്ന സ്കീമയാണ് കൺസെപ്ച്വൽ സ്കീമ എന്ന് പറയുന്നത്. അതായത് പ്രോഗ്രാമേഴ്സ് ആൻഡ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സാണ് ഈ ഒരു ലെവലിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു പ്രോഗ്രാം, അതായത് നമ്മളിപ്പോൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ആ ഡാറ്റയെ ഡാറ്റാബേസിനകത്തേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻസ് റൈറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ആപ്ലിക്കേഷൻ റൈറ്റ് ചെയ്യുന്നപ്പോൾ നമ്മൾ കാണുന്ന വ്യൂ ചെയ്യുന്ന ഡാറ്റാസ്, അതിൻ്റെ ഡിസൈൻസാണ് എന്തിൽ വരുന്നത്, കൺസെപ്ച്വൽ സ്കീമയിൽ വരുന്നത്. ഓക്കെ,
At logical level, data can be described as certain types of data records get stored in a data structure. However, the internal details such as implementation of data structure is hidden at this level. അതായത് കൺസെപ്ച്വൽ ലെവൽ ഓർ ലോജിക്കൽ ലെവലിൽ വരുമ്പോൾ നമ്മൾ എന്തില്ല ഫിസിക്കൽ ലെവലിൽ എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽസ് എന്തായിരിക്കും ഹൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു ലോജിക്കൽ ലെവലിൽ നമ്മുടെ വ്യൂ എന്താണോ ആ വ്യൂവിനനുസരിച്ച് ഒരു ഡാറ്റയെ ഡിസൈൻ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത് കൺസെപ്ച്വൽ സ്കീമ എന്ന് പറയുന്നത്. The conceptual schema describes the design of a database at the conceptual level, and the schema describes the structure of the whole database. അപ്പോൾ നമുക്ക് കൺസെപ്ച്വൽ ലെവലിൽ ഓരോ ഡാറ്റയെയും എങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്യണം, അതിൽ ഡാറ്റ ടേബിൾസ് എങ്ങനെ, ടേബിൾസിനകത്തുള്ള ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എംപ്ലോയി എന്നുള്ള ടേബിളിനകത്ത് എംപ്ലോയിയുടെ നമ്പർ എന്ന് പറയുന്നത് ഇൻറ്റീജറാണ്, 4 keys ആണ് വേണ്ടത്. നേരത്തെ നമ്മൾ ഫിസിക്കൽ ലെവലിൽ പറഞ്ഞിട്ടുണ്ടായി സ്ട്രിങ്സ്, എംപ്ലോയി നെയിം എന്ന് പറയുന്നതിൽ 15 ക്യാരക്ടേഴ്സാണ് വേണ്ടതെന്ന്. അപ്പോൾ അതിനുകൊണ്ട് ഇവിടെ സ്ട്രിങ് ടൈപ്പായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം കൺസെപ്ച്വൽ സ്കീമ എന്താണ്, ഫിസിക്കൽ സ്കീമ എന്താണെന്നുള്ളത് ഏതാണ്ട് മനസ്സിലായില്ലേ. നെക്സ്റ്റ് എക്സ്റ്റേണൽ സ്കീമ ഓർ വ്യൂ ലെവൽ സ്കീമ. ഓക്കെ, the database is designed at a view level is called view schema. View level എന്ന് പറഞ്ഞാൽ യൂസർ ലെവലിലുള്ള. അപ്പം ലോജിക്കൽ ലെവലും ഫിസിക്കൽ ലെവലും ഓരോന്ന് വീതമാണുള്ളതെങ്കിൽ വ്യൂ ലെവൽ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആയിരിക്കും. കാരണം എന്താണ്, ഡിഫറെൻറ്റ് യൂസേഴ്സ് ആയിരിക്കും, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂസേഴ്സ് ആയിരിക്കും ഈ ഒരു ഡാറ്റാബേസ് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ യൂസറിൻ്റെയും വ്യൂ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡാറ്റ ഹൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ യൂസേഴ്സും ഒരേ ടൈപ്പ് ഡാറ്റയല്ല കാണുന്നത്, ഓരോ യൂസേഴ്സിനും ആവശ്യമുള്ള രീതിയിലാണ് അതിനെ ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ സ്കീമ ഡിഫറെൻറ്റ് ടൈപ്സിലുണ്ടാവും. നമ്മളതിനെ സബ് സ്കീമ എന്ന് പറയാറുണ്ട്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കുക. എക്സ്റ്റേണൽ വ്യൂ, ഒരാൾ, അതായത് ഒരു എംപ്ലോയി കാണുന്ന എക്സ്റ്റേണൽ വ്യൂ എന്ന് പറയുന്നത് അയാളുടെ നമ്പറും എംപ്ലോയി നമ്പർ എന്താണെന്നുള്ളത് കാണാം, എംപ്ലോയിയുടെ നെയിമും അയാളുടെ നമ്പറും കാണും. ദെൻ മറ്റൊരു എംപ്ലോയി വ്യൂ ചെയ്യുന്നത് എന്തായിരിക്കും, മറ്റൊരു യൂസർ വ്യൂ ചെയ്യുന്നത് അവരെ എംപ്ലോയിയുടെ നമ്പറും നെയിമും അവരുടെ സാലറി എത്രയാണ്, അവർ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ്, ഇത്രയും ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും എന്താണ്, ഓരോരോ എക്സ്റ്റേണൽ സ്കീമയ്ക്കുള്ള എക്സാമ്പിൾസ് ആണ്. ഓക്കെ, each view schema or external schema describes the database part that a particular user group is interested and hide the remaining database from that user group. The view schema describes the end user interaction with the database system. അതായത് രണ്ട് യൂസർ എങ്ങനെയാണ് ഡാറ്റാബേസ് സിസ്റ്റമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടതെന്നുള്ള ഡിസൈൻ ചെയ്യുന്നത് ഏത് ലെവലിലാണ്, എക്സ്റ്റേണൽ വ്യൂ ലെവലിലാണ്. ദെൻ ആ ഒരു സ്കീമയാണ് എന്ത് പറയുന്നത്, എക്സ്റ്റേണൽ സ്കീമ എന്ന് പറയുന്നത്. ഓക്കെ, DBMSൽ 3 സ്കീമ ആർക്കിടെക്ചറാണ്. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ എക്സ്റ്റേണൽ ലെവൽ എന്ന് പറയുന്നത് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്നിലധികം വന്നിട്ടുണ്ട് അല്ലേ. കൺസെപ്ച്വൽ ലെവൽ, ഇൻറ്റേർണൽ ലെവൽ ആൻഡ് ഡാറ്റാബേസ്. അപ്പോൾ ഡാറ്റാബേസുമായിട്ട് ഏറ്റവും അടുത്ത് വരുന്നതാണ് എന്ത്, ഇൻറ്റേർണൽ സ്കീമ ഓർ ഇൻറ്റേർണൽ ലെവൽ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ കൺസെപ്ച്വൽ ലെവൽ ഓർ കൺസെപ്ച്വൽ സ്കീമ. ദെൻ എക്സ്റ്റേണൽ ലെവൽ, എക്സ്റ്റേണൽ ലെവൽ എന്ന് പറഞ്ഞാൽ എൻഡ് യൂസർ ലെവലിലാണ്, യൂസേഴ്സിനെ വ്യൂ ചെയ്യുന്നതാണത് എക്സ്റ്റേണൽ സ്കീമ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടെ മാപ്പിംഗ് ഉണ്ട്, എക്സ്റ്റേണൽ ആൻഡ് കൺസെപ്ച്വൽ ലെവൽ മാപ്പിംഗ് ഉണ്ട്. അതായത് ഓരോ ലെവലും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ദെൻ കൺസെപ്ച്വൽ ആൻഡ് ഇൻറ്റേർണൽ മാപ്പിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ടൈപ്പ് ഓഫ് മാപ്പിംഗ് എന്താണെന്നുള്ളത് ഒന്ന് നോക്കാം. നെക്സ്റ്റ്, മാപ്പിംഗ് ബിറ്റ്വീൻ വ്യൂസ്. The 3-level architecture allows the independency of one layer with respect to changes in another layer, and this is made possible by changing the mapping between the levels. There are basically 2 types of mapping, conceptual and internal mapping. Second one, external and conceptual mapping. Conceptual and internal mapping illa the mapping between conceptual level and internal level ആണ്. Okay, the role is to define the correspondence between the records of
fields of the conceptual level and the files and data structure of the internal level. അപ്പോൾ ഇവിടെ ഒരു മാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദ റോൾ ബിറ്റ്വീൻ ദ മാപ്പിംഗ് എന്ന് പറയുന്നത് എന്താണ്, റെക്കോർഡ്സ് ആൻഡ് ഫീൽഡ്സും കൺസെപ്ച്വൽ ലെവലിലുള്ള റെക്കോർഡ്സ് ആൻഡ് ഫീൽഡ്സും ഇൻറ്റേർണൽ ലെവലിലുള്ള ഡാറ്റ സ്ട്രക്ചർ ആൻഡ് ഫയൽസും തമ്മിലുള്ള ഒരു മാപ്പിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസെപ്ച്വൽ ഇൻറ്റേർണൽ മാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ ഒരു ഡാറ്റാബേസ് സിസ്റ്റത്തിനകത്ത് ഡാറ്റാബേസിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ സെക്കൻഡറി സ്റ്റോറേജിൻ്റെ അല്ലെങ്കിൽ ഡാറ്റാബേസ് സ്റ്റോറേജിൻ്റെ ഫിസിക്കൽ ഡിവൈസിൻ്റെ ആർക്കിടെക്ചർ ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഫിസിക്കൽ ഡിവൈസ് ആർക്കിടെക്ചർ ചേഞ്ച് ചെയ്യുമ്പം നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട ഡാറ്റാസും അതേപോലെ റെക്കോർഡ്സൊക്കെ ഇനി എങ്ങോട്ടേക്ക് സ്റ്റോർ ചെയ്യണം, പുതുതായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഫിസിക്കൽ ഡിവൈസിലേക്ക് അല്ലേ. അപ്പോൾ അവിടെ മാപ്പിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, കൺസെപ്ച്വൽ ലെവലും ഇൻറ്റേർണൽ ലെവലും തമ്മിലുള്ള തമ്മിൽ മാപ്പ് ചെയ്യുകയാണ്. പുതിയൊരു ഇൻറ്റേർണൽ ലെവലായിട്ടത് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫിസിക്കൽ ഡിവൈസിലുള്ള ചേഞ്ച് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ലോജിക്കൽ ആൻഡ് എക്സ്റ്റേണൽ ലെവൽ തമ്മിലുള്ള മാപ്പിങ്ങിൽ ചേഞ്ചസ് വരുത്തുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, external conceptual mapping. External conceptual mapping lies between external level and the conceptual level. Its role is to define the correspondence between a particular external and the conceptual view. അപ്പോൾ നമുക്ക് ഒരു ഡാറ്റാബേസ് സിസ്റ്റത്തിനകത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സ്, ഒരു ന്യൂ ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സ് വരികയാണെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സിനുള്ള വ്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള യൂസേഴ്സിൻ്റെ വ്യൂ ആയിരിക്കണം എന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ ഒരു എക്സ്റ്റേണൽ വ്യൂ ക്രിയേറ്റ് ചെയ്യണം, ഒരു സബ്സ്കീമ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ദെൻ ആ സബ്സ്കീമേനെ ഓൾറെഡി ഉള്ള ലോജിക്കൽ സ്കീമയായിട്ട് എന്ത് ചെയ്യണം, മാപ്പിംഗ് ചെയ്യണം. അതായത് ഓൾറെഡി ഉള്ള ലോജിക്കൽ സ്കീമ എക്സ്റ്റെൻഡ് ചെയ്യണം. എക്സ്റ്റെൻഡ് ടു എങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം, ഈ ന്യൂ എക്സ്റ്റേണൽ സ്കീമയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പോൾ ഈ ലോജിക്കൽ ആൻഡ് ഫിസിക്കൽ ലെവൽ വരുമ്പോൾ, ലോജിക്കൽ ആൻഡ് ഫിസിക്കൽ ലെവലിൽ ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ ചെയ്യുന്ന മാപ്പിംഗ് ഒരിക്കലും ഇതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന എക്സ്റ്റേണൽ ലോജിക്കൽ മാപ്പിങ്ങുമായിട്ട് എന്ത് ചെയ്യില്ല, എഫക്റ്റ് ചെയ്യുന്നില്ല. അതായത് ഒരു ന്യൂ ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സ് വരുമ്പോൾ നമ്മൾ അവർക്കൊരു പുതിയൊരു വ്യൂ ഡിസൈൻ ചെയ്യുന്നു. ആ വ്യൂ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ വ്യൂ എന്ന് പറഞ്ഞാൽ അത് ലോജിക്കൽ വ്യൂ ആയിട്ട് റിലേറ്റഡ് ആയിരിക്കുമല്ലോ. ലോജിക്കൽ വാല്യൂസിനല്ല എക്സ്റ്റേണലിലെ നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് വൺ, ഡാറ്റാബേസ് ഇൻസ്റ്റൻസ്. ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ആ ഡാറ്റാബേസിനകത്ത് ഉള്ള വാല്യൂസിനെയാണ് എന്ത് പറയുന്നത്, ഡാറ്റാബേസ് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. Okay, the database data stored in a database at a particular moment of time is called the instance of a database. The database schema defines the variable declarations in tables that belongs to particular database. The value of these variables at a moment of time is called the instance of that database. അപ്പോൾ ഒരു ഡാറ്റാബേസിൻ്റെ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ഡാറ്റാബേസിൽ നമ്മളിപ്പം വ്യൂ ചെയ്യുന്ന ടൈമിൽ ആ ഡാറ്റാബേസിനകത്തുള്ള ഡാറ്റാസ് അല്ലെങ്കിൽ അതിനകത്തുള്ള വാല്യൂസ് ഓർ അതിനകത്തുള്ള റെക്കോർഡ്സ് അതിനെയാണ് എന്ത് പറയുന്നത്, ഇൻസ്റ്റൻസ് ഓഫ് എ ഡാറ്റാബേസ്. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഒരു സ്റ്റുഡൻറ്റ് ടേബിളാണ്. ആ സ്റ്റുഡൻറ്റ് ടേബിളിനകത്ത് ഇപ്പം 4 ടപ്പിൾസ് അതിനകത്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ 4 റോസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു പാർട്ടിനെയാണ് എന്ത് പറയുന്നത്, ഇൻസ്റ്റൻസ് ഓഫ് സ്റ്റുഡൻറ്റ് ഡാറ്റാബേസ്. സ്റ്റുഡൻറ്റ് ഡാറ്റാബേസിൻ്റെ ഇൻസ്റ്റൻസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ ഒരു നിമിഷം കൊണ്ട് 4 റെക്കോർഡ്സാണ്. നെക്സ്റ്റ് മൂമെൻ്റ് അതൊരു 3 റെക്കോർഡ്സ് ആവാം, അല്ലെങ്കിൽ 5 or 6 റെക്കോർഡ്സ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഒരു ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ മൂമെൻറ്റിലുള്ള ഡാറ്റാസ് സ്റ്റോർഡ് എന്ന ഡാറ്റാബേസിനെയാണ് എന്ത് പറയുന്നത്, DBMS ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഓർക്കുക, നമ്മൾ 3 സ്കീമ ആർക്കിടെക്ചറാണ് പറഞ്ഞത്. 3 സ്കീമ എന്ന് പറയുമ്പം അതിനകത്തുണ്ടായിരുന്ന എക്സ്റ്റേണൽ സ്കീമ, ലോജിക്കൽ ഓർ കൺസെപ്ച്വൽ സ്കീമ ആൻഡ് ഇൻറ്റേർണൽ ഓർ ഫിസിക്കൽ സ്കീമ. ഓക്കെ, ദെൻ മാപ്പിംഗ് ഓഫ് സ്കീമാസ് പറഞ്ഞു, ദെൻ DBMS ഇൻസ്റ്റൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. ഓക്കെ, താങ്ക് യു.